അസുരന്മാരുടെ രാജാവായിരുന്ന രംഭാസുരന് ഒരു പുത്രനുണ്ടായി, മഹിഷാസുരൻ. രംഭാസുരനു ശേഷം മഹിഷാസുരൻ അസുര രാജാവായി. ദേവന്മാരെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു അവന്റെ ഏക ലക്ഷ്യം. അതിനായി അവൻ നിരന്തരം യുദ്ധം നടത്തി. അസുരന്മാരുടെ എല്ലാ സവിശേഷതകളും അവനിൽ പ്രകടമായി. മഹിഷാസുരൻ ബ്രഹ്മാവിനെ കഠിനമായ തപസ്സിലൂടെ പ്രസാദിപ്പിച്ചു. ബ്രഹ്മാവ് അവനോട് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. മഹിഷാസുരൻ മറുപടി പറഞ്ഞു, ഭഗവാനേ, എനിക്ക് മരണമുണ്ടാകരുത്, എന്നെ അമരനാക്കണം. ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, മകനെ, എല്ലാത്തിനും ഒരിക്കൽ അവസാനമുണ്ടാകും. മരണമില്ലാത്തവനാകുക എന്നത് അസാധ്യമാണ്. വേറെ ഒരു വരം ചോദിക്കും. ആലോചിച്ച ശേഷം മഹിഷാസുരൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ജനിച്ചവർക്കും ദേവന്മാർക്കും എന്നെ വധിക്കാൻ കഴിയരുത്. മരണം അനിവാര്യമാണെങ്കിൽ അതൊരു സ്ത്രീയുടെ കൈവഴിയാകണം. സ്ത്രീകൾ പരാക്രമശക്തിയില്ലാത്തവരാണെന്നു ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ആ വരം എനിക്ക് നൽകണം. ബ്രഹ്മാവ് ആ വരം നൽകുകയും മഹിഷാസുരൻ അതിന്റെ ബലത്തിൽ അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഭൂമിയിലും ദേവലോകത്തും മഹിഷാസുരൻ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ദേവന്മാർ അതിജീവിക്കാൻ കഴിയാതെ ത്രിമൂർത്തികളെ ആശ്രയിച്ചു. ദേവന്മാരുടെ അപേക്ഷയെ തുടർന്ന് ത്രിമൂർത്തികൾ അവരുടെ ശക്തി ഒന്നിച്ചു ചേർത്ത് ഒരു ദിവ്യസൃഷ്ടി നടത്തി. അത് മഹാലക്ഷ്മിയായിരുന്നു. അവൾ 3 നിറങ്ങളോടും ഭാവങ്ങളോടും സഹിതം ജനിച്ചു. ദേവതകളുടെ സംരക്ഷണത്തിനായി മഹാദേവി നിരവധി രൂപങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നായിരുന്നു ചണ്ഡികാദേവി, മഹിഷാസുരമർദിനി. ചണ്ഡികാദേവിയും മഹിഷാസുരനും തമ്മിൽ ഉഗ്രമായ യുദ്ധം അരങ്ങേറി. അവസാനം ദേവി മഹിഷാസുരനെ വധിച്ച് ദേവതകളെ മോചിപ്പിച്ചു. മഹിഷാസുരനെ നിഗ്രഹിച്ച ഈ വിജയദിനമാണ് ഇന്ന് വിജയദശമി എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നത്.